നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എങ്ങനെയാണ്, എപ്രകാരമാണ് നമുക്കറിയാം. ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ മഴ അന്തരീക്ഷമുണ്ട്. 3-ാം തീയതി 4-ാം തീയതി മഴ മുന്നറിയിപ്പുണ്ട്. പക്ഷേ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ സ്ഥിതി അതീവ രൂക്ഷമാണ്. ചെന്നൈയിൽ കനത്ത മഴയാണ്. ചെന്നൈ നഗരത്തിൽ വിവിധയിടങ്ങളിൽ ഒറ്റ രാത്രി പെയ്തിറങ്ങിയത് 100 മില്ലിമീറ്റർ മഴ. ശനിയാഴ്ച രാത്രി മുതൽ ഞായറാഴ്ച പുലർച്ചെ വരെ 150 മില്ലിമീറ്റർ മഴയാണ് കിട്ടിയത്. തൊണ്ടയാർപെട്ട്, അമ്പത്തൂർ, നുങ്കപാക്കം, ഗിണ്ടി, എഗ്മൂർ, അണ്ണാനഗർ തുടങ്ങിയ ഭാഗങ്ങളിലും കനത്ത മഴയാണ് പെയ്തത്. നഗരത്തിൽ രാത്രി വരെയും വലിയ മഴയുണ്ടായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമാണ്. നഗരത്തിൽ ഈ വർഷത്തെ ആദ്യ മേഘവിസ്ഫോടനം മണലിയിലുണ്ടായി. കനത്ത മഴ വിമാന സർവീസുകളെയും സാരമായി ബാധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ചെന്നൈയിലേക്കുള്ള 4 വിമാനങ്ങൾ ബംഗളൂരിലേക്ക് തിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. 8 വിമാനങ്ങൾ ആകാശത്ത് ഏറെ നേരം കറങ്ങി അതിനുശേഷം ലാൻഡ് ചെയ്തു. ഇവിടെ നിന്ന് പുറപ്പെടേണ്ട 15 വിമാനങ്ങൾ മണിക്കൂറുകൾ വൈകി യാത്രയായി. ചെങ്കൽപ്പെട്ട്, കാഞ്ചീപുരം, തിരുവള്ളൂർ എന്നീ സമീപ ജില്ലകളിലും ശക്തമായ മഴയാണ് പെയ്തത്. തടാകങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ വളരെ ഭയാനകമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതേസമയം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കനത്ത മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ഓണനാളുകളിൽ കേരളത്തെ നനയിക്കാൻ മഴ എത്തിയേക്കുമെന്നാണ് സൂചന. ചൊവ്വാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയ ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ട്. തുടക്കത്തിൽ വടക്കൻ ജില്ലകളും തുടർന്ന് കേരളം പൊതുവെയും ഓണനാളുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇത് പ്രകാരം സെപ്റ്റംബർ 3-4 തീയതികളിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 3-ന് തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 4-ന് തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരുന്ന 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം നോക്കാം. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കള്ളക്കടൽ പ്രതിഭാസമുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പുറപ്പെടുവിക്കുന്ന പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെ കടൽ തീരങ്ങളിലും ഇന്ന് വൈകിട്ട് 5:30 മുതൽ നാളെ ഉച്ചയ്ക്ക് 2:30 വരെ 1.4 മുതൽ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നത്. ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതിനായി ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണം. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പുലർത്തണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.